ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഇറ്റാലിയൻ ഹോട്ട് ചോക്ലേറ്റ് റെഡിയാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാനൊരു ചെറിയ ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് പാല് കൂടി ചേർത്ത് ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി മറ്റൊരു സോസ് പാനിൽ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഒരു ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതേപോലെ തരിതരിയായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ സാരില്ല, നമ്മളത് ചൂടാക്കുമ്പോഴേക്കും അതെല്ലാം മെൽറ്റായി വന്നോളും. ഇപ്പോൾ നമ്മൾ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഈ സമയത്ത് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുഴുവനായിട്ട് നമ്മുടെ ഈ പാൽ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അടിക്കൊന്നും പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തിള വന്ന് തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു തിക്നെസ് ആണ് നമ്മുടെ ഹോട്ട് ചോക്ലേറ്റിനുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല യമ്മി ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും ചേർക്കാവുന്നതാണ്. നമ്മുടെ ക്രിസ്മസിനൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു റെസിപ്പിയാണ് ഈ ഹോട്ട് ചോക്ലേറ്റ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.